കർണാടകയിൽ ജെഡിഎസുമായുള്ള സീറ്റ് വിഭജനം പൂർത്തിയാക്കി ബി.ജെ.പി. ജനതാദൾ സെക്കുലർ 3 സീറ്റിൽ മത്സരിക്കും. മാണ്ഡ്യ, ഹാസൻ, കോലാർ സീറ്റുകൾ ജെഡിഎസിന് നൽകാനാണ് ധാരണയായിരിക്കുന്നത്. നേരത്തെ കോലാർ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പത്തിൽ ജെഡിഎസ് അതൃപ്തി വ്യക്തമാക്കിയിരുന്നു. ജെഡിഎസിന് മാണ്ഡ്യ, ഹാസൻ, കോലാർ സീറ്റുകൾ നൽകുമെന്ന് നേരത്തെ കുമാരസ്വാമി വ്യക്തമാക്കിയിരുന്നെങ്കിലും ബി.ജെ.പി. ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല. സിറ്റിംഗ് സീറ്റായ കോലാർ വിട്ടു നൽകുന്നതിനെതിരെ ബി.ജെ.പിയിലും ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കോലാറിന് പകരം ചിക്ബല്ലാപൂർ ജെഡിഎസിന് വാഗ്ദാനം ചെയ്തതായും വാർത്തകൾ വന്നിരുന്നു. ജെഡിഎസിന് മാണ്ഡ്യയും ഹാസനും മാത്രം നൽകിയാൽ മതിയെന്ന നിലയിലുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നതോടെ ഇതിൽ അതൃപ്തി പ്രകടിപ്പിച്ച് കുമാരസ്വാമി രംഗത്ത് വരികയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ജെഡിഎസിന് 3 സീറ്റുകൾ നൽകാൻ ബി.ജെ.പി. തീരുമാനിച്ചത്. ജെഡിഎസ് ആവശ്യപ്പെട്ട 3 സീറ്റുകളും ബി.ജെ.പി. വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. 2019 കോൺഗ്രസ് സഖ്യത്തിൽ മത്സരിക്കുമ്പോൾ ജെഡിഎസ് 7 സീറ്റുകളിൽ മത്സരിച്ചിരുന്നു. ഇതിൽ ശക്തി കേന്ദ്രമായ മാണ്ഡ്യയിൽ കുമാരസ്വാമിയുടെ മകൻ നിഖിൽ ഗൌഡ ബി.ജെ.പി. പിന്തുണയോടെ മത്സരിച്ച സുമലതയോട് പരാജയപ്പെട്ടിരുന്നു. സ്വാധീന കേന്ദ്രമായ ഹാസനിൽ മാത്രമാണ് 2019 ജെഡിഎസിന് വിജയിക്കാൻ സാധിച്ചത്. ജെഡിഎസ് നേതാവ് രേവണ്ണയുടെ മകൻ പ്രജ്വൽ രേവണ്ണയാണ് ഇവിടെ വിജയിച്ചത്. മാണ്ഡ്യയിൽ നിന്നും കോൺഗ്രസ് സ്റ്റാർ ചന്ദ്രു എന്ന വെങ്കിട്ടരാമഗൌഡയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. നിഖിൽ ഗൌഡ, കുമാരസ്വാമി, അനിത കുമാരസ്വാമി എന്നിവരിൽ ആരെങ്കിലും മാണ്ഡ്യയിൽ ജെഡിഎസിന് വേണ്ടി രംഗത്തിറങ്ങുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാർട്ടിയിൽ ദേവഗൌഡയുടെ കുടുംബാധിപത്യമാണ് എന്ന വിമർശനം മറികടക്കാൻ മാണ്ഡ്യയിൽ 2014 MP ആയിരുന്ന TS പുട്ടരാജുവിനെ ജെഡിഎസ് മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട്. ഹാസനിൽ സിറ്റിംഗ് MP പ്രജ്വൽ രേവണ്ണ 2ാം ഊഴത്തിന് ഇറങ്ങുമെന്നും ഉറപ്പാണ്.